ഇന്നും കോൺഗ്രസിൽ ഒരു നേതാവ് തന്നെയാണ് ശശി തരൂർ. ബി.ജെ.പിയുടെ തെങ്ങിൽ കൊണ്ടുപോയി വടം കെട്ടിയിട്ടുണ്ട് എങ്കിലും തിരുവനന്തപുരത്തിന്റെ എം.പി ഏത് പാർട്ടിക്കാരനാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, അത് ശശി തരൂർ എന്നതാണ്. എന്നാൽ ഈ തരൂർ കഴിഞ്ഞ ദിവസമാണ് മോദി സ്തുതിയൊക്കെ കഴിഞ്ഞ് കേരളത്തിൽ ലാൻഡ് ചെയ്തത്. തൊട്ടു പിന്നാലെ കൊച്ചിയിലേക്കും എത്തി. തരൂരിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പ്രതിഭയാണ്. ഇംഗ്ലീഷ് ഭാഷയിലെ വലിയ പ്രാവീണ്യം ഉള്ളത് കൊണ്ടൊക്കെ തന്നെ വലിയ ഫാൻ ബേസും ഉണ്ടായിരുന്നു. കോൺഗ്രസിലെ യൂത്ത് നേതാക്കളെല്ലാം തന്നെ ഒരു കണക്കിന് പറഞ്ഞാൽ തരൂർ ഫാൻ ആയിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ പണ്ടൊക്കെ തരൂർ കൊച്ചിയിൽ വന്നിറങ്ങുമ്പോൾ സ്വീകരിക്കാനും ആനയിക്കാനും ഒക്കെ ധാരാളം ആളുകളും ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം തരൂർ കൊച്ചിയിലെത്തിയിട്ടും അദ്ദേഹത്തിന് ഇപ്പറഞ്ഞ അകമ്പടിയോ സ്വീകരണമോ ഉണ്ടായിരുന്നില്ല. പറയുമ്പോൾ തരൂർ ഫാനുകളിൽ അധികവും കൊച്ചിയിൽ ഉണ്ട് എങ്കിലും ഒരാൾ പോലും തരൂരിനെ തിരിഞ്ഞു നോക്കിയുമില്ല. സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ ചുറ്റും കൂടും. എന്നാൽ കഴിഞ്ഞ ദിവസം എത്തിയപ്പോൾ കളി ആകെ മാറുകയാണ്. സ്വീകരിക്കാൻ പാർട്ടിക്കാർ ഉണ്ടായിരുന്നില്ല, ചില ഇഷ്ടക്കാർ മാത്രം. തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്ത ഇടങ്ങളിലൂടെ തരൂർ നടക്കുന്നത് നമ്മൾ കണ്ടു. തലസ്ഥാനം കഴിഞ്ഞാൽ തരൂരിന് ഏറെ വ്യക്തിബന്ധമുള്ള ജില്ലയാണ് എറണാകുളം. ഇവിടുത്തെ എം.പി. ഹൈബി ഈഡൻ അടക്കമുള്ള ജനപ്രതിനിധികളും നേതാക്കന്മാരുമെല്ലാം തരൂരിന്റെ ആരാധകരുമാണ്. എന്നാൽ എറണാകുളം ജില്ലയിലെത്തിയ തരൂരിനെ പാഠം പഠിപ്പിച്ചിരിക്കുകയാണ് ഡി.സി.സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും കൂട്ടരും ഹൈബി ഈഡനും ഒക്കെ. ഒപ്പം നിൽക്കാൻ പ്രവർത്തകരും പിന്നിൽ ശക്തരായ ഒരു പ്രസ്ഥാനം ഉണ്ടെങ്കിൽ മാത്രമാണ് ശശി തരൂരിന് വിലയുള്ളൂ എന്നും വിശ്വപൗരൻ എന്ന പട്ടം വെറും കാഴ്ച വസ്തു മാത്രമാണ് എന്നും എറണാകുളം ഡി.സി.സി മുഹമ്മദ് ഷിയാസും തെളിയിക്കുന്നുണ്ട്. കൊച്ചിയിൽ ഉണ്ടായിരുന്നെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഡി.സി.സി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടിയിലും പ്രൊഫഷണൽ കോൺഗ്രസിന്റെ ക്യാമ്പയിനിലും തരൂരിനെ മാറ്റി നിർത്താനും എറണാകുളം ഡി.സി.സി ധൈര്യം കാണിച്ചു. തരൂരിന്റെ മോദി സ്തുതിയോട് കോൺഗ്രസ് നേതൃത്വം അതൃപ്തിയുടെ ആദ്യ ശിക്ഷയായി എറണാകുളം ഡി.സി.സിയുടെ വിലക്ക് കണ്ടാൽ മതി എന്നാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത്. വിമർശിച്ച് ആളാകാനുമില്ല, വേദി നൽകി നേതാവാക്കാനുമില്ല, വിട്ടുകളയുക. ശശി തരൂരിനോടുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ ലൈൻ അതാണ്. അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണം എറണാകുളം ഡി.സി.സിയിൽ നിന്നാണ് ഉണ്ടായത്. നരേന്ദ്രമോദിയെ പ്രശംസിച്ചും അടിയന്തരാവസ്ഥയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും ജനപിന്തുണയുണ്ടെന്ന സർവേ പങ്കുവച്ചും കോൺഗ്രസിന് തരൂർ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. പ്രവർത്തക സമിതി അംഗമായ തരൂരിന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കട്ടെ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതികരിച്ചത്. വി.ഡി. സതീശന്റെ ജില്ലയിൽ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ പക്ഷേ തരൂരിനെ പൂർണ്ണമായും മാറ്റി നിർത്തുകയാണ് കോൺഗ്രസ് ചെയ്തതും. എ.ഐ.സി.സിയുടെ നിലപാടുകൾ പിന്നാലെ വരട്ടെ. ഇപ്പോൾ തങ്ങൾക്ക് ഹിതം എന്ന് തോന്നുന്നത് ചെയ്യുമെന്നും എറണാകുളം ഡി.സി.സി പറയുന്നുണ്ട്. വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ തരൂർ ജില്ലയിലുള്ളപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഡി.സി.സി സംഘടിപ്പിക്കുന്ന സമര സംഗമത്തിൽ കെ.പി.സി.സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും അടക്കം പ്രധാന നേതാക്കളെല്ലാം പങ്കെടുക്കുന്നുണ്ട്. ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് നടത്തുന്ന ഫോർ അന്ന ഫോർ ഓൾ എന്ന ക്യാമ്പയിൻ പരിപാടി നടക്കുന്നുണ്ട്. പ്രൊഫഷണൽ കോൺഗ്രസിന് മുൻ അധ്യക്ഷനായിരുന്നു തരൂർ. തരൂർ ഈ സമയത്ത് കൊച്ചിയിൽ പോയിട്ട് രാജ്യത്തുണ്ടാകുമോ എന്ന് തന്നെ അറിയില്ല എന്നാണ്, അതുകൊണ്ടാണ് ക്ഷണിക്കാതിരുന്നത് എന്നുമൊക്കെ കൊച്ചിയിലെ നേതൃത്വം പറയുന്നുണ്ട്. എന്നാൽ തരൂരിന്റെ മോദി സ്തുതിയോടും സമീപകാല നിലപാടുകളോടുമുള്ള അതൃപ്തിയാണ് അവഗണനയ്ക്ക് കാരണമെന്നതാണ് വാസ്തവം. ഇത്തരത്തിൽ പാർട്ടി ഘടകവിരുദ്ധമായി പാർട്ടിയെ രണ്ടാം സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് മോദി ഭരിക്കുന്ന രാജ്യമാണ് എനിക്ക് ഒന്നാമത് എന്ന് പറഞ്ഞ തരൂരിനെ എല്ലാ കോൺഗ്രസ് നേതാക്കളും തീർത്ത് അവഗണിക്കുകയാണ്. അതുകൊണ്ടാണ് സോണിയാഗാന്ധി വിളിച്ചുകൂട്ടിയ പാർലമെന്ററി യോഗത്തിൽ നിന്ന് പോലും തരൂരിനെ മാറ്റിയത്. ഏറെ നിർണായകമായ ബി.ജെ.പിക്കെതിരെ ആഞ്ഞടിക്കേണ്ടുന്ന പാർലമെന്ററി കാര്യ യോഗത്തിൽ തരൂർ എത്തിയാൽ രഹസ്യം ചോരും. എല്ലാം മോദി കാതുകളിൽ എത്തുമെന്ന് കോൺഗ്രസ് ഉറച്ചു വിശ്വസിക്കുന്നത്. തരൂരിന് ഒരു തരത്തിലും ഇനി തങ്ങൾ കൂട്ടത്തിൽ കൂട്ടില്ല, പുറത്താക്കുകയുമില്ല. പുറത്താക്കി രക്തസാക്ഷിയാകുന്ന പരിപാടിയാണ് തരൂർ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നടക്കില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് ആവർത്തിച്ചുറപ്പിച്ചു പറയുന്നത്.